ഹലോ ആൻഡ് വെൽക്കം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഐറിഷ് റേസിസം, അതായത് ഇന്ത്യൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, എസ്പെഷ്യലി മലയാളീസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റേസിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഈ ഐറിഷ് റേസിസത്തിൻ്റെ നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, നിയമപരമായിട്ട് എന്തെല്ലാം ചാൻസസ് നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അല്ലാത്ത ഇതിൻ്റെ ഒരു ഐറിഷ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എൻ്റെ കുറച്ച് ഐറിഷ് ഫ്രണ്ട്സ്, അതുപോലെ പോളിഷ് ഫ്രണ്ട്സ്, റുമാനിയൻ ഫ്രണ്ട്സ്, അവരൊക്കെ ഇതിൻ്റെ മോട്ടീവ് എന്താണ് ഇവരിങ്ങനെ കാണിക്കുന്നതിൻ്റെ റീസൺ എന്താണ് എന്ന് അവരെൻ്റെ അടുത്ത് അവരുടെ ഒരു നോർമൽ പെർസ്പെക്റ്റീവ്, ഇപ്പോൾ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവിൻ്റെ അതിപ്പം ഞാൻ പറയുക, അതായത് നമുക്ക് ജോബ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ Y2K പ്രതിസന്ധി ഉണ്ടായി, അതല്ലെങ്കിൽ AI വന്നപ്പോൾ ജോബ് കുറഞ്ഞു, അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ തിയറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് സാധാ പബ്ലിക്കായിട്ടുള്ള ഐറിഷുകാരുടെ, അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള പോളിഷ്, അതുപോലെ പബ്ലിക്കായിട്ടുള്ള റുമാനിയൻ, ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, നമുക്ക് ഈ അയർലൻഡിൽ നമുക്കെതിരെ ഒരു റേഷ്യൽ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പം സ്റ്റേറ്റാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പം അവരുടെ സിറ്റിസൺ ആയിട്ടുള്ള, നേറ്റീവ് ആയിട്ടുള്ള വൈറ്റ് സിറ്റിസൺ ആയിരിക്കും പ്രതി, നമ്മൾ വിദേശി. അപ്പോൾ അവരെത്രത്തോളം ആത്മാർത്ഥത കാണിക്കുമെന്ന് നോക്കിയാൽ മതി, അത്രത്തെ ആത്മാർത്ഥതയെ വരത്തുള്ളൂ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കിയതെന്ന് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈക്വൽ സ്റ്റാറ്റസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഇക്വാളിറ്റി ആക്ട്. ഈക്വൽ സ്റ്റാറ്റസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഹിബിറ്റഡ് ഡിസ്ക്രിമിനേഷൻ in the provision of goods or services, accommodation and education. ഇപ്പോൾ എഡ്യൂക്കേഷൻ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, നീ പൊക്കോളം പറയുന്നു. ഞാനവിടെ ആദ്യമായിട്ട് ചെന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചിലർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇന്ത്യക്കാർക്ക്, എസ്പെഷ്യലി കാത്തലിക്സ് ആണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് മുസ്ലിംസ്, ബുദ്ധിസ്റ്റ്, ഹിന്ദുസ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടായിരുന്നു. പക്ഷേ അത് സത്യമല്ല. അത് അവരെങ്ങനെയാണെന്ന് വെച്ച് നോക്കുന്നവർ അത് മൈൻഡ് ചെയ്യുകയും ചെയ്യുന്നില്ല. ചില ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്, ചില മലയാളീസ് ആൾക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ, അക്കോമഡേഷൻ നമുക്ക് കൊടുക്കുന്നില്ല, നമുക്ക് അക്കോമഡേഷൻ അന്വേഷിച്ചെന്നാൽ കിട്ടുന്നില്ല, അല്ലെ സർവീസ് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഈക്വൽ സ്റ്റാറ്റസ് ആക്ട്. അപ്പോൾ അതിനെതിരെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ആക്ട്. രണ്ടാമത്തെ ആക്ട് എന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് ഈക്വൽ ക്വാളിറ്റി ആക്ട് എന്ന് പറയും. അതായത് ഡിസ്ക്രിമിനേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വെച്ചാൽ ഹയറിങ്, പേ, പ്രൊമോഷൻ, ട്രെയിനിങ്, വർക്കിംഗ് കണ്ടീഷൻസിനകത്തൊക്കെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ വരുവാണെങ്കിൽ അത് നമുക്ക് റേഷ്യലായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ വരുവാണെങ്കിൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ആക്ട്. ഈ രണ്ടും നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി തരുന്ന ആക്റ്റാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുകയാണ്, അപ്പോൾ അവിടെ നമുക്ക് ഫിസിക്കൽ അസാൾട്ട്, നമ്മളാരും തല്ലോ, ഇടിക്കുകയോ, പഞ്ച് ഹിറ്റ് ചെയ്യുകയോ ഒന്നും വരുന്നില്ല. ഇത് രണ്ട് സിറ്റുവേഷൻസ് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇത് ലോങ് വീഡിയോ ആണ്, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ അയർലൻഡിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ അതിലോട്ട് പോകാനുള്ള ആൾക്കാർക്കും ഒക്കെ അയർലൻഡിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് തന്നെയാണ് മിക്ക യൂറോപ്യൻ കൺട്രീസിലും വരുന്നത്. അപ്പം അവരുടെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ ആണ് ഞാനീ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ ഒഫൻസ്. അപ്പോൾ നമ്മൾ ഇടിച്ചു, ഹിറ്റ് ചെയ്തു, പഞ്ച് ചെയ്തു, അങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസ് വരുവാണെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് ഹേറ്റ് ഒഫൻസ് ആക്ട് 2024. ഇപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇതിനു മുമ്പ് അവർക്ക് ലോ ഒന്നും വലിയ കാര്യമായിട്ട് ഈ ഒരു ഗൈഡ് ലൈൻ പോലത്തെ ഈക്വൽ സ്റ്റാറ്റസ് ആക്ട് മാത്രമേ ഉള്ളൂ. 24 അവർ ശരിക്കും ഒരു പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്, അതായത് എന്തെങ്കിലും ഒരു ലോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അകത്തും ഒരു സംഭവം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ക്രൈം ഉണ്ടാക്കുന്നതിൻ്റെ മോട്ടീവ് അവർ പ്രൂവ് ചെയ്യണം. ഇപ്പം എക്സാമ്പിൾ ഇപ്പം പറയണം, അവനെ റേഷ്യൽ മോട്ടീവ് കൊണ്ടാണ് അവനെ അറ്റാക്ക് ചെയ്തത്, അത് പ്രൂവ് ചെയ്യാനായിട്ട് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതുപോലെ അതാണ് കൺവിക്ഷൻ സെൻറ്റൻസിങ്ങും ഒക്കെ വരുന്നത്, അതായത് ഈ ക്രിമിനൽ ജസ്റ്റിസ് ഹേറ്റ് ഒഫൻസ് ആക്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത്, ഇവർക്ക് ആരെങ്കിലും നമുക്ക് കൺവിൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൺവിക്റ്റ് ചെയ്തിട്ടുണ്ടോ, കോടതിയിൽ പോയിട്ടുണ്ടോ, ജയിലിൽ പോയിട്ടുണ്ടോ, ഒന്നും വന്നിട്ടില്ല. അതായത് ഈ ക്രൈംസ് ഒക്കെ വെറും പോലീസ് സ്റ്റേഷനിൽ, മജോറിറ്റി ആൾക്കാർ ഇതൊന്നും കൊടുക്കാറില്ല, വളരെ കുറച്ച് പേര് കൊടുക്കുന്നതാണ് തന്നെ അവിടെ തന്നെ തീരത്തുള്ളൂ, കോടതിയിലും പോകത്തില്ല, ഹേറ്റിനും പോകത്തില്ല. കാരണം ഇതിൻ്റെ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത് കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, പലരും പറയുന്നത് കുട്ടികൾക്ക് പ്രൊട്ടക്ഷനാണ്. പക്ഷേ നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഞാനൊരു ലീഗലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ മോട്ടീവ്, അതായത് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നമുക്കൊരു ഐറിഷ് കോടതിയിൽ പോയി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ മനസ്സിൻ്റെ അകത്ത് മൈൻഡ് ഓഫ് പെർപ്പറ്റേറ്റർ എന്ന് പറയും. അതായത് പെർപ്പറ്റേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത് ചെയ്യുന്ന പ്രതിയുടെ മനസ്സിലുള്ള മൈൻഡ്, അവൻ ഈ മോട്ടീവ് ഇതുണ്ടാകണം. അപ്പോൾ ഈ റേഷ്യൽ മോട്ടീവോട് കൂടി തന്നെയാണ് അവൻ ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണം. അവൻ്റെ മനസ്സിൽ, അവൻ്റെ തലയ്ക്കകത്ത് തന്നെ ഇരിക്കുന്നത് നമുക്കങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവനത് അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ റേഷ്യൽ മോട്ടീവോട് കൂടി അറ്റാക്ക് ചെയ്തത്.
അത് അവൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്, നടക്കുന്ന കേസല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അടുത്തത് വെച്ചാൽ എവിഡൻസസ് വേണം. എവിഡൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ അവൻ മോട്ടീവായിട്ട് തന്നെ അവൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വല്ല സിമ്പിൾസോ അല്ലെങ്കിൽ വെർബലായിട്ടുള്ള സംഭവങ്ങളോ അവൻ നമ്മളെ വെർബലി അബ്യൂസ് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എവിഡൻസ്, ഓവേർട്ടായിട്ടുള്ള എവിഡൻസ് വേണം. അതായത് ഈ റേഷ്യൽ അറ്റാക്ക് ആണ് എന്നുള്ളതിൻ്റെ എവിഡൻസ്. പക്ഷേ ഇത് റേഷ്യലി മോട്ടിവേറ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചാൻസ് ഇല്ല. റാൻഡം ആക്ട് ഓഫ് വയലൻസ് ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഈ റേഷ്യലും പറഞ്ഞുകൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് അവൻ എന്നെ ഹിറ്റ് ചെയ്തു, അറ്റാക്ക് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രൂഫ് കിട്ടും. അല്ലാതെ റേഷ്യലും പറഞ്ഞുകൊണ്ടുള്ള ഒരു നടക്കാൻ പോകുന്നില്ല. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് രണ്ടാമത് മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ മനസ്സിൻ്റെ അകത്ത് അല്ലെ അവൻ പറയണം ഇതിൻ്റെ മോട്ടീവ് എനിക്കിതായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ലോയ്ക്കകത്ത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അതായത് പറയുകയാണെങ്കിൽ അവൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ടെസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. ഡെമോൺസ്ട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ്, അതുപോലെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, അതുപോലെ ഡെമോൺസ്ട്രേഷൻ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. 2024 ഇവർക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടായത്. അറ്റാക്കർ യൂസ്ഡ് റേസിസ്റ്റ് സിംബൽസോ ജെസ്റ്റേഴ്സോ ഉണ്ടായെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതൊന്നും നടക്കുന്ന കേസല്ല. അപ്പോൾ അതുകൊണ്ട് റേഷ്യൽ അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഹിസ്റ്ററി ഒന്ന് കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ ആർക്കെതിരെയും ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്ന മാത്രമേ ഉള്ളൂ. കുറച്ച് പേർ റേഷ്യലി അറ്റാക്ക് ചെയ്യും, ഇടിയും തൊഴിയും ചവിട്ടും കിട്ടിയവൻ അവിടെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ ഇവർ ഒരു ആളാകാൻ വേണ്ടി യൂറോപ്പിൽ വലിയ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വലിയ പൊങ്ങച്ചക്കാരാണെന്ന് ആകാൻ വേണ്ടി ഒരു അപ്രോച്ച് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഇവർ ഈ പ്രതികളെ പിടിക്കാനായിട്ടുള്ള ഒരു അപ്രോച്ചും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് അടുത്ത സംഭവം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലാൻഡ് ലോഡ് ജെയിംസ് ഷനഹാനുമായിട്ട് ഞാൻ അടുത്ത ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ പുള്ളി റെൻറ്റ് മേടിക്കാനായിട്ട് മാസം ഒരു 5-ാം തീയതി ആയിട്ട് വരും. അപ്പോൾ ഇവനൊരു ഉടായ്പ ടീമാണ്. അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയും അവന് റെൻറ്റ് ബാങ്കിലൊന്നും വേണ്ട, അവന് ക്യാഷായിട്ട് കൈ കൊടുത്താൽ മതി എന്ന് പറയും, ടാക്സ് ലാഭിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാനത് 2 പ്രാവശ്യമായിട്ട് ATM നിർത്തവന് കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മേടിക്കാൻ വരുമ്പോൾ അവനൊരു ദിവസം വരും. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് പുല്ലൊക്കെ വെട്ടി അവിടെ ഒക്കെ ഒന്ന് ശരിയാക്കി സെറ്റപ്പായിട്ട് അവർ നിൽക്കുമ്പോൾ നമുക്കറിയാം അവന് റെൻറ്റ് മേടിക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അവന് റെൻറ്റ് കൊടുക്കുമ്പോൾ അവൻ കുറച്ച് നേരം വർത്താനമൊക്കെ പറയാം. 1.25 മണിക്കൂറൊക്കെ ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇവിടെ സോഷ്യൽ കാര്യവും നാട്ടുകാര്യവും വീട്ടുകാര്യവും ഒക്കെ സംസാരിക്കും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മക്കളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ഈ സൊസൈറ്റിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ അപ്പോൾ ഇവനോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്നുള്ളതിൻ്റെ സംഭവം. അപ്പോൾ അവൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം. അപ്പോൾ എൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു 2 പോളിഷുകാർ, അതായത് ഒന്ന് ഒരു സെക്ക്, പിന്നെ ഒരു റൊസാരിയ, പിന്നെ ഒരു കരൾ, ഇങ്ങനെ 3-4 പേർ, 3 പോളിഷുകാരുണ്ട്. അപ്പോൾ ഈ പോളിഷുകാർ അവിടെ അതായത് ഈ 1992 ഈ സോവിയറ്റ് യൂണിയൻ തകരുന്ന ആ 1990 ഭാഗത്താണ് ഈ പോളണ്ടും കമ്മ്യൂണിസ്റ്റും ഒക്കെ പൊളിഞ്ഞു പോകുന്നത്. ആ സമയത്ത് തന്നെ ഇവർ ഈ യൂറോപ്പിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഈ പോളിഷുകാർ അവിടെ വന്നിട്ട് ഇവർക്ക് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ മെയിൻലി ഇവർ കൂലിപ്പണിയും അതുപോലെ തന്നെ ഇവരുടെ മണ്ണ് വെട്ട്, റോഡ് പണി, അങ്ങനെയുള്ള മൈക്കാട് വേല ഇവർ ചെയ്യുന്നത്. കാരണം അവർക്ക് യൂറോപ്യൻ യൂണിയൻ ആയതുകൊണ്ട് അവർക്ക് അവിടെ ആദ്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വെസ്റ്റിലോട്ട് വന്നത് ഈ പോളിഷുകാർ. അപ്പോൾ ഇവർ പൈസയ്ക്ക് വേണ്ടിയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇനീഷ്യലി നമുക്കിപ്പം ഈ ഒരു മലയാളീനെയും തമിഴിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും, പക്ഷേ ഒരു വെളിയിൽ നിന്ന് വെള്ളക്കാരനെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അവന് ഒരുപോലെ ഇരിക്കും. അതേപോലെ തന്നെ ഈ പോളിഷുകാരും വെള്ളക്കാരും അവർക്ക് തിരിച്ചറിയും പോളിഷാണെന്ന് അറിയാം, അവർക്ക് ഇവരെ കൂട്ടത്തുമില്ല. പോളിഷ്, റൊമാനിയൻ, ഹംഗേറിയൻ, അതുപോലെ തന്നെ ബൾഗേറിയൻ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഈ വെള്ളക്കാർക്ക് വലിയ പത്യമില്ല. അതുപോലെ തന്നെ ലാത്വിയ, ലിത്വേനിയ, എസ്റ്റോണിയ, അവിടെ നിന്ന് വരുന്നവരെ ഇവർക്ക് വലിയ പത്യമില്ല. അവർക്കാണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് വെച്ചാൽ കാര്യം പറഞ്ഞാൽ വെളുത്താണെങ്കിലും അവർക്ക് പക്ഷേ ഓക്കെ ഇനഫാണ്, നമ്മുടെ അത്രയും പ്രശ്നമില്ല. പക്ഷേ എന്നാലും ഇവർക്ക് വലിയ പത്യമില്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എനിക്കുണ്ട്, ഇവരോട് സംസാരിച്ചു. പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നീലുണ്ട്. അപ്പോൾ നീലിൻ്റെ എന്ന് പറഞ്ഞാൽ അവനൊരു കെയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവിടെ ഒരു ചെറിയൊരു ഇതുപോലെ ഗാങ് സ്റ്റുഡൻറ്റ് ഈ പിള്ളേരുടെ ഗാങ്ങിൻ്റെ അകത്തൊക്കെ പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സെറ്റപ്പ്, ചെറിയ മോഷണവും തട്ടിപ്പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ എന്തുകൊണ്ടാണ് ഈ അറ്റാക്കും സാധനങ്ങളൊക്കെ വരാനുള്ളതെന്ന് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പറയാം. ഞാനൊരു തിയറട്ടിക്കൽ കൺസെപ്റ്റ് അല്ല പറയുന്നത്, ഇവരുടെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് പ്രധാനമായിട്ട് ഇവരുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൂ റിച്ച് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ മലയാളീസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളീസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ലോൺ എടുത്തായാലും പൈസക്കാരനായാലും നമ്മുടെ നാട്ടിലാണ് പൊങ്ങച്ചക്കാരനാകുന്നത്, പെട്ടെന്ന് പൈസക്കാരനായി കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ വലിയൊരു കാർ മേടിക്കുന്നു. അതുപോലെ തന്നെ അവിടെ വലിയ പാർട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അതുപോലെ ഇനീഷ്യലി പാർട്ടികളൊക്കെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോ ഒരു കൺസീൽഡ് ഹൗസിൻ്റെ അകത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഗ്രാജുവൽ ചെയ്ത് മാറി
അത് പുറത്തേക്കൊക്കെ ഇറങ്ങി അങ്ങനെ ഒരു വലിയൊരു പൊങ്ങച്ചം കാണിച്ച് അവിടെ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ കാറ്, ഗോൾഡ്, അതുപോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്നു. ഇപ്പോൾ ഇതിനേക്കാൾ എനിക്കൊരു ഫണ്ണി ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു നീലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നീല ഒരു കെയറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഇതുപോലുള്ള പരിപാടിയൊക്കെ നടത്തിക്കുന്ന ടീമാണ്. അപ്പോൾ അവൻ പറയുന്നത് അവൻ ഈ മോഷണത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു, അതായത് ഈ മൂട്ടിച്ച് ഇവർ കൊണ്ട് കൊടുക്കുന്ന സാധനം കൊണ്ട് കൊടുക്കുന്നത് ഈ ജ്വല്ലറിയിലാണ്. അപ്പോൾ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാച്ചും ജ്വല്ലറിയും കൂടെ ഒറ്റ കടയാണ് അവിടെ. വാച്ചും ജ്വല്ലറി വരും, അവരുടെ 8 കാരറ്റ് സ്വർണ്ണം അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ അല്ല അറബിയുടെയോ പോയി വീടുകളിൽ പോയി മോട്ടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ കൂടുതൽ പൈസ തരാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ കടക്കാർ പറയുമെന്ന് പറയും. അപ്പം ഞാൻ എന്നോടൊന്ന് ചോദിച്ചു, ഇതിൻ്റെ നിങ്ങളുടെ സ്വർണ്ണത്തിന് വല്ല വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, ഇതിനകത്ത് ക്യാരറ്റ് കുറച്ച് കൂടുതലാണ്, നിങ്ങളുടെ ഇവിടെ 8 അവന്മാർക്ക് ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ ഈ നീര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എന്നതായി സംഭവം എന്നാ, നിങ്ങൾ ഈ ഇന്ത്യക്കാരുടെ അറബികളുടെ സ്വർണ്ണത്തിനുള്ള പ്രത്യേകതയുണ്ട്, ഇവിടുത്തെ സ്വർണ്ണമായിട്ട് എന്നാ കുഴപ്പമില്ല, ഇതിന് പൈസ കിട്ടത്തില്ല, ഇന്ത്യക്കാരുടെ ഇവർ തന്നെ പറയും ഇന്ത്യക്കാരൻ്റെയോ അല്ലെങ്കിൽ അറബികളുടെയോ സ്വർണ്ണം മോട്ടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ. അപ്പോൾ ഇവരെന്നാ വെച്ചാൽ ഇവർ പർപ്പസ്ഫുള്ളി അവർ ഇന്ത്യക്കാരൻ്റെ വീട് ടാർഗറ്റ് ചെയ്ത് മോട്ടിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുക, നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൂടുതൽ തരാമെന്ന് പറയും. കാരണം ഇതിന് മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഇതെടുക്കുന്നത് അവിടെയുള്ള ആൾക്കാരാണ്. ഇതൊരു റാക്കറ്റാണ്. ഇതിനെതിരെയൊന്നും ഒരു ആക്ഷനും ഒരു പരിപാടി അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ടൂ റിച്ച് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ഒരു കാറ് മേടിച്ച്, ഇപ്പോൾ എക്സാമ്പിൾ നേറ്റീവ് ഐറിഷുകാരും നിസാൻ മൈക്കറിലൊക്കെ നടക്കുമ്പോഴത്തേക്കും വലിയ ലാൻഡ് റോവറും സാധനങ്ങളൊക്കെ മേടിച്ചത് വഴി പ്രസൻറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് വീട് മേടിക്കുന്നു, ലോൺ എടുക്കാതെ വീട് മേടിക്കുന്നു. അപ്പോൾ ഈ വീട് മേടിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ ഇമിഗ്രൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വെള്ളക്കാർ വെറുതെ വീട് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീഗലി വന്നവനെ ഇല്ലീഗലി വന്നവനൊക്കെ ഒറ്റ കാറ്റഗറി ആയിട്ടാണ് കൂട്ടുന്നത്. ഒരു ചരടല്ല അവരെയൊക്കെ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ടേപ്പ് കൊണ്ട് അവരെയൊക്കെ മെഷർ ചെയ്യുന്നത്. അപ്പം ഇവനൊക്കെ ഇല്ലീഗലായിട്ട് വന്ന ഇവനൊക്കെ ആദ്യം ഇവനെ വീട് കിട്ടി. നമ്മളിപ്പോൾ ലോൺ എടുത്താൽ വീടെടുത്തത് അതിനെപ്പറ്റിയൊന്നും അവരന്വേഷിക്കുന്നില്ല. അവർ വെറുതെ വീട് കിട്ടി, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾ തെക്കം നടക്കുകയാണ്. അപ്പോൾ അവർക്ക് അസൂയാവും. ഇതൊരു പ്രൈം ഫാക്ടറാണ്. ടൂ റിച്ചായിട്ട് പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിലിപ്പീനോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിറ്റിക്ക് ഇതുപോലെ അറ്റാക്ക് ഒന്നും കിട്ടുന്നില്ല. കാരണം ഒറ്റപ്പെട്ട അറ്റാക്കുകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവരെന്ന് വെച്ചാൽ ഒരു ലോ പ്രൊഫൈലാണ് കീപ്പ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഡ്യൂട്ടി, അതുപോലെ തന്നെ അവർ ഡിസ്ക്രീറ്റ് ആയിട്ട് അവരുടെ പരിപാടിക്ക് പോകും. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ തന്നെ ഇരിക്കും. അല്ലാതെ അവർ വലിയ പരിപാടിക്ക് പുറത്ത് പോയി വലിയ പെർഫോമൻസും കാണിക്കാൻ അവരുടെ നാഷണൽ ഡേ പ്രസൻറ്റ് ചെയ്യാനോ ഇന്ത്യൻ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസൻറ്റേഷനാണ്. അതേസമയം ഇന്ത്യയിൽ ഇന്ത്യൻ ഡേ ആഘോഷിക്കാത്തവരോട് ഇന്ത്യൻ ആഘോഷിക്കുക, ചൈനീസ് ഡേ അവിടെ ആഘോഷിക്കാറില്ല, ഫിലിപ്പീനോ ഡേ ആഘോഷിക്കാറില്ല, അതുപോലെ തന്നെ മൊറോക്കോ ഡേ ആഘോഷിക്കാറില്ല, അതല്ലെങ്കിൽ വേറൊരു ഡേ അവിടെ ആഘോഷിക്കാറില്ല. അപ്പോൾ ഇന്ത്യൻ ഡേക്ക് എന്തോ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു സംഭവം ഉണ്ട്, അതിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വരാം. അപ്പോൾ ഈ പ്രസൻറ്റിങ് ടൂ റിച്ച്. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം വീട് മേടിച്ചു, കാറ് മേടിച്ചു, വലിയ സംഭവമായിട്ട് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ഉമാർക്കെല്ലാം ഗവൺമെൻറ് വെറുതെ കൊടുക്കുന്നതാണ് ഇവർ പറയുന്നത്. ഈ വെള്ളക്കാരുടെ ചിന്തയെന്ന് വെച്ചാൽ ഇവർക്ക് വെറുതെ കൊടുത്തത്, ഞങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ അവർ അടിച്ചു മാറ്റുമെന്നാണ് അവർ പറയുന്നത്. അതായത് ലോൺ എടുത്ത് മേടിക്കുന്നതിനെക്കുറിച്ചൊന്നും ഇവർ പബ്ലിക് ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം. പിന്നെ അടുത്തതുപോലെ തന്നെ ടൂ നോളജബിൾ. അതായത് നമ്മൾ വർക്ക് പ്ലേസിലുള്ള റേസിൻ്റെ ഒരു റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പ് ഷൈൻ ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല, ഒരു ലിമിറ്റ് വരെ ആകാം. അപ്പം ഇതിൻ്റെ അകത്ത് ഈ റേസിസം എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ഉള്ള യഥാർത്ഥത്തിൽ 100 പേരെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 30 പേർക്ക് താഴെയേ ഉള്ളൂ റേസേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും വലിയ പ്രശ്നമില്ല. 30 പേര് തന്നെ ഒരു 10 പേര് അത് ആക്റ്റീവ് റേസം കാണിക്കും. മറ്റവരുടെ മനസ്സിലുണ്ട് ഒരു ആക്റ്റീവ് റേസം കാണിക്കുന്നത് 10% ഉള്ളൂ. ഈ 10% മതി നമുക്കൊരു ശല്യമാകാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നല്ല നോളജബിളായിട്ട് നല്ല ആൾക്കാർ സ്മാർട്ടായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നു, അവരുടെ മുമ്പ് ഷൈൻ ചെയ്യുന്നു, അവരെ അടിച്ചിരുത്തുന്നു, നിനക്ക് വിവരമില്ല എന്ന് പറയുന്നു, അങ്ങനെ അധിക്ഷേപിക്കുന്നു, നിൻ്റെ എഡ്യൂക്കേഷനൊക്കെ മോശം എഡ്യൂക്കേഷനാണ്, ഞങ്ങളുടെ എഡ്യൂക്കേഷനൊക്കെ നല്ല എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ റിച്ച്നെസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുന്നു, അതായത് ഈ അവിടെയാണെങ്കിൽ ഒരു മോർഗേജ് എടുത്തൊരു വീട് മേടിക്കണം, വെള്ളക്കാരനൊരു വീട് മേടിക്കണമെങ്കിൽ അവനൊരു 30-40 വർഷം ലോൺ എടുത്താലേ അവന് മോർഗേജ് വീട് കിട്ടത്തുള്ളൂ. അവന് സ്വന്തമായിട്ട് വീടില്ല. അതേസമയം ഇവിടുന്ന് വന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവന് 1 വർഷം കഴിയുമ്പോൾ തന്നെ ലോൺ എടുത്ത് നാട്ടിൽ വന്നിട്ട് വലിയ കൊട്ടാരം പോലത്തെ ഒരു മാൻഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ അവരെ കൊണ്ട് കാണിക്കുക. അവർക്ക് ഭയങ്കര അസൂയ. ഞാനത് പലരെയും കണ്ടിട്ടുണ്ട്. പല വെള്ളക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആ മനസ്സിലുള്ള ആ ഒരു ഹേറ്റഡ് പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഭയങ്കര അസൂയ. അപ്പോൾ ഈ നോളജബിൾ സ്മാർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാകത്തില്ല. പൊതുവേ കുഴപ്പമില്ല, പക്ഷേ പൊതുവെ ഇഷ്ടമാകത്തില്ല. കാരണം പക്ഷേ ഞാൻ ജനറലി പറയുകയാണ്, ഐറിഷ് പോപ്പുലേഷൻ നല്ല പോപ്പുലേഷനാണ്. കാരണം എനിക്കൊക്കെ ഇഷ്ടംപോലെ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ള പോപ്പുലേഷനാണ് ഈ പോപ്പുലേഷൻ. അതുപോലെ നല്ല അടിപൊളി ലീഡർഷിപ്പ് വാല്യൂസൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയ റേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഇല്ല, ഒരു 10% ആൾക്കാർക്ക് വരുന്നുള്ളൂ, പക്ഷേ 10% നമുക്കൊരു ശല്യമായിട്ട് വരും. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് നമുക്ക് എങ്ങനെ ഇതൊക്കെയാണ് മെയിൻ റീസണായിട്ട് നമുക്ക് ഈ റേസിൻ്റെ മെയിൻ റീസണായിട്ട് വരുന്നത്.
അല്ലാതെ നമുക്കിപ്പം AI വന്നുകൊണ്ട് ജോലി പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലാത്തതുകൊണ്ടല്ല. നമ്മൾ ഇന്ത്യൻ ഡേ ഒക്കെ നമ്മുടെ കൾച്ചറും കൊണ്ട് ഞാനത് പറഞ്ഞായിരുന്നു, ഇനി അതിലേക്ക് ഞാൻ പിന്നെ പോകുന്നില്ല. നമ്മുടെ കൾച്ചറും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. ഇന്ത്യൻ ഡേ അവിടെ ആഘോഷിക്കുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. അവിടെ ആഘോഷിക്കേണ്ടത് അയർലൻഡ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. ഈവൻ ഐറിഷ് പാസ്പോർട്ട് കിട്ടിയവർ പോലും ഐറിഷ് കാര്യങ്ങൾ ആഘോഷിക്കുന്നില്ല, ഇന്ത്യൻ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഞങ്ങളുടെ പാസ്പോർട്ട് മേടിച്ചിട്ട് ഞങ്ങൾക്കെതിരെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ അകത്ത് അവിടെ പോന്നിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് അവർ ഇവർക്ക് ബഹളം വയ്ക്കുന്നത്. അതായത് ഏത് ഐറിഷ് പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നവന്മാർ പോലും അവർക്ക് വേണ്ടി ശബ്ദിക്കുക. അപ്പോൾ അവർക്കത് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ മെയിൻ പ്രശ്നം കൾച്ചറൽ ഇൻറ്റിഗ്രേഷൻ അവർ കൺസേൺ ചെയ്യുന്നത്, അത് നടന്നിട്ടില്ല. കാരണം ഇവന് ചുവന്ന പാസ്പോർട്ട് മേടിച്ച് വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ ഐറിഷുകാരന് വേണ്ടിയല്ല വാദിക്കുന്നത്, അവൻ ഇന്ത്യക്കാരന് വേണ്ടിയാണ് വാദിക്കുന്നത്, അവർ വിദേശിക്ക് വേണ്ടി വാദിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചൊരു വ്യത്യാസം വരും. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്കൽ പോപ്പുലേഷനുമായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു കാര്യം പറയുവാണെങ്കിൽ ഈ 96, 97, 98 കാലങ്ങളിൽ ഞാൻ ഷനഹാനുമായിട്ട് സംസാരിച്ചു, എൻ്റെ ലാൻഡ് ലോർഡ് ഷനഹാൻ. അപ്പോൾ ഈ ഷനഹാനോട് പറഞ്ഞു, ഈ ചർച്ചിന്, ഈ കത്തോലിക്ക രാജ്യമാണ് അയർലൻഡ്, ചർച്ചിന് ഒത്തിരി സേയുണ്ട്. അപ്പോൾ ഈ 96, 97, 98 കാലങ്ങളിൽ അയർലൻഡിൽ വെള്ളക്കാരായിട്ടുള്ള ആൾക്കാർ ഈ വിദേശികൾ മുന്നോട്ട് വരുന്നതിനെ പറ്റി, അതായത് ഇന്ത്യക്കാരെ പോലെ കർമ്മന്മാർ, അതായത് നമ്മൾ വെളുത്താന്ന് പറയും, ചോപ്പ മഞ്ഞാന്നൊക്കെ പറയും, പക്ഷേ അവർ കർമ്മനായിട്ട് കൂട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നതിനെ പറ്റി ഭയങ്കരമായ ഹേറ്റുണ്ട് പബ്ലിക്കിലൊക്കെ ഉണ്ടായി. അന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഫിനഗയിലും ഫിനഫയിലും ഒക്കെ, അതെന്ന് ചുമ്മാ ഒരു സ്കെൽറ്റൺ സംഘടനയാണ് അതൊക്കെ. സെൻറ്റർ റൈറ്റ് പാർട്ടികൾ ഇതല്ല. സെൻറ്റർ റൈറ്റ് പാർട്ടികളാണ് ഈ സാധനം എല്ലാം. ലെഫ്റ്റ് പാർട്ടികൾ ഷിൻഫൈനാണ് ലെഫ്റ്റ് പാർട്ടി, സെൻട്രൽ ലെഫ്റ്റാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ റൈറ്റ് പാർട്ടികളെല്ലാം കൂടെ അവർക്ക് ഈ വിദേശികളെ കൊണ്ടുവന്ന് അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു പബ്ലിക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ പ്രതിഷേധം ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും, പബ്ലിക്കിനിടയ്ക്ക് പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗവൺമെൻറ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളികളിൽ പ്രീസ്റ്റ് വഴി പള്ളികളിലൊക്കെ പോയി ആൾക്കാരോടൊക്കെ പറഞ്ഞു, അതായത് അവിടുത്തെ ഇടവക്കാരോടൊക്കെ പറഞ്ഞു, ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത്, നമ്മൾക്ക് നേഴ്സായിട്ട് നമുക്ക് ആളില്ല, കെയറായിട്ട് ആളില്ല, അപ്പോൾ നഴ്സിംഗ് ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്, നമ്മളെ നോക്കാൻ വേണ്ടി വരുന്നത്, അതുകൊണ്ട് അവരെ ഒത്തിരി നമ്മൾ കെയർ ചെയ്യണം, അവരെ നമ്മൾ ഒത്തിരി പ്ലീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പബ്ലിക് ഒത്തിരി കൺവിൻസ്ഡ് ആയത് അന്നത്തെ കാലത്ത്. ഞാനീ പറയുന്നത് 97, 98, 99, 2000 കാലങ്ങളിൽ. അപ്പം ഈ ഷനഹാനോട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പള്ളി വഴി ഇത് ഒത്തിരി കൺവിൻസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ അവർ ഓക്കെ ആയി. അപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്ന ആൾക്കാർക്ക് ആദ്യമായിട്ട് വന്നവർക്ക് വലിയ വെൽക്കം ഒക്കെ കൊടുത്തു, റോയൽ വെൽക്കം ഒക്കെ കൊടുത്ത് പബ്ലിക്കൊക്കെ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്തു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, ഞങ്ങളുടെ സേവിയേഴ്സാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് സാലറിയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും ഇവർ അതൊക്കെ അത്രയും ഹെൽപ്പുള്ളതെന്ന് ചെയ്തു. അത് ചർച്ച് വഴിയാണ് ചെയ്തത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള ആൾക്കാർ അവർ ചർച്ചുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തില്ല. കാരണം വന്നതല്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു മാനേജറുണ്ട്, ട്രീസ സ്ലെവൻ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, വെർ ആർ യു ഫ്രം? അപ്പം ഞാൻ പറഞ്ഞു, ഐ ഫ്രം കേരള എന്ന് പറഞ്ഞു. അപ്പം ഇവള് പറയുന്നത് കേരള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലേസ് ഇവർക്ക് അറിയാം, ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് സദേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവളത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അവൾക്ക് കേരളത്തെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്, ക്രിസ്ത്യൻ ഡോമിനേറ്റഡ്. അപ്പോൾ അവർ ഓക്കെയാണ്, അതായത് മലയാളീസിനെ പറ്റി അവർ ഓക്കെയാണ്. കാരണം നമ്മുടെ കൾച്ചർ അവരുടെ കൾച്ചർ ക്രിസ്ത്യൻ കൾച്ചറാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്യും, ഈ മലയാളീസിൻ്റെ അകത്ത് 90 to 99% ആദ്യം വന്ന മലയാളീസ് ക്രിസ്ത്യൻസ് ആയിരുന്നു. ക്രിസ്ത്യൻ്റെ പല ഡിനോമിനേഷൻസെല്ലാം വന്നു, ഞാനിപ്പോൾ അവരെ കുറ്റം പറയുകയല്ല. പക്ഷേ ഇവരുമായിട്ട് ആദ്യം വന്ന ആൾക്കാരൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ഈ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്, അവരുടെ തന്നെ ഇടവക കൂടി അവരുടെ പാരീഷിലൊക്കെ പോകും, അവരുടെ പ്രാർത്ഥനയൊക്കെ കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി അവരുടെ പരിപാടിക്കൊക്കെ പോകുന്നു. അങ്ങനെയൊക്കെ കൂടി ഈ സൊസൈറ്റിയായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. അത് വലിയൊരു കുഴപ്പമില്ലാതെ 2005, 2000 അന്നൊക്കെ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, 5000 നഴ്സുമാർ താഴെ ഉള്ളൂ അന്നത്തെ കാലത്തൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെ വന്ന് അവരൊക്കെ ഈ സൊസൈറ്റിയായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. അവർക്ക് കുഴപ്പമില്ല, അതായത് ഈ സൊസൈറ്റി ഹാപ്പി ഇനഫ് ആയിരുന്നു. കാരണം ചർച്ച് വഴിയാണ് ഇൻറ്റിഗ്രേഷൻ നടന്നത്. ചർച്ചാണ് അവിടുത്തെ ഒരു കത്തോലിക്ക രാജ്യം. യൂറോപ്പിൽ 2 കത്തോലിക്ക രാജ്യങ്ങളേ ഉള്ളൂ, ഒന്ന് അയർലൻഡ്, രണ്ടാമത് പോളണ്ട്. അപ്പോൾ ഈ ചർച്ച് വഴിയാണ് ഇൻറ്റിഗ്രേഷൻ നടന്നത്. പക്ഷേ അത് കഴിഞ്ഞ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വേറെ ചർച്ചും വേറെ രീതിയിൽ അവിടെ പോയി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേസമയം മറ്റവരൊക്കെ അവരുടെ ചർച്ചിൽ പോകും, അവരുടെ ചർച്ചിൽ അവരുടെ കോൺഗ്രിഗേഷനിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതേസമയം ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരതിനകത്ത് മാറി വേറെ ഡിനോമിനേഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ചെന്നു. എന്നിട്ട് ഇവിടുത്തെ ഓരോ, ഇപ്പോൾ എക്സാമ്പിൾ ചെണ്ടമേളം, അത് വെള്ളക്കാർക്ക് ചെണ്ടമേളം എന്ന് പറഞ്ഞത് കടകടകടാ വെച്ച് ഉണ്ടാക്കുന്നത്. അതായത് ഒരു രൗദ്ര താളമാണ് ഈ ചെണ്ട എന്ന് പറഞ്ഞാൽ. ഇവരിത് ചെണ്ട ടേക്ക് ഓവർ ചെയ്തു. ഇതെങ്ങനെ ആര് ടേക്ക് ഓവർ ചെയ്ത്, ആര് ഇവർക്ക് അഡ്വൈസ് കൊടുത്തു? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ആദ്യം വന്ന മലയാളീസിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം 99% നേഴ്സുമാരാണല്ലോ. 99% നേഴ്സുമാരുടെ ഡിപ്പെൻഡൻസിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇവരുടെ ഹസ്ബൻഡ്സിന് ഒരു ജോലിയില്ലായിരുന്നു. ഹസ്ബൻഡ്സിൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് മൈൻഡിങ്ങാണ്. അപ്പോൾ ചൈൽഡ് മൈൻഡിങ്ങും അല്ലെങ്കിൽ വരുന്നതുകൊണ്ട് ഇവരുടെ കുറച്ച് പിള്ളേർക്കൊക്കെ ഒരു 10, 12, 15 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേരൊക്കെ അവരുടെ പഠിക്കാൻ പോയിക്കോളും. അപ്പോൾ ഇവർക്കൊന്നും ഒരു ജോലിയില്ല. അങ്ങനെ അപ്പോൾ ഈ വന്നവരുടെ മക്കളൊക്കെ 5, 8, 10 വയസ്സുള്ള പിള്ളേരൊക്കെ വന്നത്.
അപ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരൊക്കെ അവരുടെ വഴിക്ക് പോയി, ഇവർക്കൊരു പണിയില്ലാതെ ഇവർ ഈ അസോസിയേഷനും യൂണിയനും എല്ലാം ഉണ്ടാക്കി. അതായത് ഇപ്പം ആദ്യം അങ്കമാലിക്കാരാണ് ഒരു സംഘം ആദ്യം എത്തിയത്. ഞാൻ പേര് പറയുന്നില്ല, അതിനകത്ത് ചില ബിരുദന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്കമാലി സംഭവങ്ങളൊക്കെ എത്തി. അത് കഴിഞ്ഞതിൻ്റെ പുറകെ തന്നെ പിന്നെ ബാക്കി ആൾക്കാരൊക്കെ എത്തി. പിന്നെ അങ്കമാലിയിൽ തന്നെയുള്ള ചില ടീംസ് റിക്രൂട്ട്മെൻറ്റൊക്കെ ആരംഭിച്ചു. ഒത്തിരി ആൾക്കാർ റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയൊരു സംഘം അവിടെ എത്തി. അവരെല്ലാം ലോക്കൽ ഗ്രൂപ്പുകളൊക്കെ ആരംഭിച്ചു. മലയാളി അസോസിയേഷൻ, കേരള അസോസിയേഷൻ, അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള അസോസിയേഷൻ, പിന്നെ ഇടതുപക്ഷക്കാരുടെ അസോസിയേഷൻ, വലതുപക്ഷക്കാരുടെ അസോസിയേഷൻ, കോൺഗ്രസ് അസോസിയേഷൻ, കമ്മ്യൂണിസ്റ്റ് അസോസിയേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം പിറവ അസോസിയേഷൻ, പുതുപ്പള്ളി അസോസിയേഷൻ, കോളേജ് വൈസ് അസോസിയേഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. കാരണം ഈ ഒത്തിരി ആൾക്കാർ നല്ല ആക്റ്റീവായിട്ടുള്ള ഒത്തിരി ആൾക്കാർ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നുണ്ട്, അവർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ ഇതിൽ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് സെറ്റായി. അപ്പോൾ ഇങ്ങനെ ഇത്ര അസോസിയേഷന് പോയി അവിടെ പോയി പ്രതിഷേധം അല്ലെങ്കിൽ മീൻസ് പരിപാടിയൊക്കെ ആരംഭിച്ചതോടുകൂടി ഇവരുടെ ഈ സൊസൈറ്റിക്കകത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഗ്രൂപ്പിസം, അതായത് പുറത്തുള്ള പരിപാടികളൊക്കെ ആരംഭിക്കുന്നു. പെർഫോമൻസ്, വടംവലി, ചെണ്ടകൊട്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു. അതെല്ലാം ഈ വെള്ളക്കാർ നോക്കുമ്പോഴത്തേക്കും വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ വഴി കൂടെ പോകുമ്പോൾ ഒരു അപ്പൂപ്പൻ എന്നോട് ചോദിക്കുക, ആർ യു ഫ്രം? ഞാൻ പറഞ്ഞു ഐ എം ഫ്രം ഇന്ത്യ. ഓഫുൾ ലോട്ട്സ് ഓഫ് ഇന്ത്യൻസ് ആർ കമ്മിങ് ഓവർ ഹിയർ. ഇത്ര വൃത്തികെട്ടായിട്ടുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതായത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കുറേ വൃത്തികെട്ട ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു അപ്പൂപ്പനാണ്, വടി കുത്തിപ്പിടിച്ചാണ് വരുന്നത്. പക്ഷേ അയാളുടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറി. അതായത് ആദ്യം ഇവരെല്ലാം അപ്രിഷ്യേറ്റ് ചെയ്ത ഇയാൾ ഈ അപ്പൂപ്പൻ പോലും വെറുക്കപ്പെട്ട ഈ ഓഫുൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ആ രീതിയിലാണ് ഇന്ത്യനെ പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തി, ആ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചു. അപ്പം അതിൻ്റെ അകത്ത് വേറൊരു സംഭവം. പിന്നെ പിന്നെ ഈ പബ്ലിക് ആങ്കർ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ചർച്ച വഴിയുള്ള ഇൻറ്റിഗ്രേഷൻ നടന്നില്ല, അത് പോയി. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ള പോളിഷ് സംഘങ്ങളുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് ഞാൻ സെക്കും യാറിക്കും ഒക്കെ എൻ്റെ അടുത്ത കമ്പനിയായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് താമസിച്ചുള്ള നെയ്ബേഴ്സ്, അവരുമായിട്ടൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ ഇവർ നമ്മളെപ്പോലെ തന്നെ പൈസയ്ക്ക് വേണ്ടി വന്നിട്ട് ഇവർക്കും കുറച്ച് കഴിയുമ്പോൾ റേസ് അവർക്ക് അതിന് ഏകദേശമുണ്ട്. യഥാർത്ഥ ഇത് റേസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പക്ഷേ ഇവർക്കൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പം എന്നോട് യാറിക്കെന്നോട് പറഞ്ഞ് നിന്നെയൊക്കെ ഇവന്മാർ ഈ കല്ലെടുത്ത് എറിയുകയും അതുപോലെ തന്നെ ലേസർ അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ ദൂരെ നിന്ന് പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പിള്ളേർ യോഗയിൽ നിന്ന് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇവനിവിടെ സ്റ്റുഡൻ്റായിട്ട്, ഇവൻ്റെ അപ്പൻ ഇവിടെ വന്നിട്ട് ഇവൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഇവരുടെ കൂടെയൊക്കെ കളിച്ച് പഠിച്ച് വന്നതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഡിസ്കഷൻ അറിയാം. അപ്പോൾ ഈ യാറിക്കെന്നോട് പറഞ്ഞ് അതുകൊണ്ട് ഇവർ ദൂരെ നിന്ന് തന്നെ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നത് വെച്ചാൽ സൈക്കിൾ ഓടിച്ച് നമ്മളെ പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓയവേ പറയുന്നു, അല്ലെങ്കിൽ എഫേർട്സ് വിളിക്കുന്നു, എഫ് ഇന്ത്യൻ എന്ന് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഒന്നും പറഞ്ഞതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ദൂരെ നിന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ ദൂരെ നിന്ന് പ്ലാൻ ചെയ്ത് കഴിയുമ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഈ സെക്ക് പറഞ്ഞ് നിങ്ങളൊരു പി ക്യാപ്പ് എപ്പോഴും ഉപയോഗിച്ചോളാം പറഞ്ഞു. കാരണം കൈയും കാലും ഒക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ജാക്കറ്റും ജമ്പറും കഴുത്തേൽ സ്കാർഫും ഒക്കെ കെട്ടി, പിന്നെ ആകെ തല മാത്രമേ പുറത്തുള്ളൂ. പിന്നെ കയ്യിൽ ഗ്ലൗ ഒക്കെ ഇട്ടുണ്ടാകും പോകുന്നത്. അപ്പം നമുക്ക് കളർ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇച്ചിരി സൈസ് കുറവെന്ന് മാത്രമേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ പി ക്യാപ്പ് വെച്ച് മുന്നോട്ട് താത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ദൂരം തിരിച്ചറിയത്തില്ല. അപ്പോൾ അത് കാരണം അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഈ യാറിക്ക് എന്നോട് പറഞ്ഞ ഒരു ഹിൻ്റ് എന്നോട് പറഞ്ഞു. കാരണം യാറിക്ക് ഇവന്മാരുടെ കൂടെ ഈ പിള്ളേരുടെ കൂടെ കളിച്ച് വളർന്നതാണ്. കാരണം യാറിക്കിൻ്റെ അപ്പൻ്റെ കാലത്ത് യാറിക്ക് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു മൈൻഡ് സെറ്റാണ് അവർ പറയുന്നത്, വെള്ളക്കാരൻ പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരുടെ അതൊരു കാര്യമാണ്. പിന്നെ എനിക്കതൊരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐറിഷ് കൾച്ചറും വാല്യൂ നമ്മൾ വയലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോക്കകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കൾച്ചറും വാല്യൂ നമ്മൾ വയലേറ്റ് ചെയ്യുക. നമ്മുടെ കൾച്ചർ അവിടെ പോയി പ്രസൻറ്റ് ചെയ്യരുത്. അതായത് നമുക്ക് ആ സാധനമുണ്ട്, ഞങ്ങൾ ഇന്നാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഡ്രസ്സ് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ മുത്തുപ്പടയുണ്ട്, ഞങ്ങൾക്ക് മുത്തുച്ചിപ്പിയുണ്ട്, ഞങ്ങൾക്ക് ആ സാധനമുണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, ഞങ്ങൾ അത് ചെയ്യും, അതവിടെ പോയി പ്രസൻറ്റ് ചെയ്യാതിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന 95% ആൾക്കാരും വിദേശികൾ അവരുടെ രാജ്യത്തെ സാധനം, ഇപ്പോൾ എക്സാമ്പിൾ ഫിലിപ്പീനോസ് അവരുടെ കൾച്ചർ അവിടെ കൊണ്ട് ഇറക്കുന്നില്ല, ചൈനീസ് കൊണ്ട് ഇറക്കുന്നില്ല, മംഗോളിയൻ കൊണ്ട് ഇറക്കുന്നില്ല, പോളണ്ടുകാർ കൊണ്ട് ഇറക്കുന്നില്ല, അതുപോലെ തന്നെ ആഫ്രിക്കൻകാർ കൊണ്ട് ഇറക്കുന്നില്ല, അങ്ങനെ ആരും ഇറക്കുന്നില്ല. അത് പക്ഷേ നമ്മൾ മലയാളിയും ഇന്ത്യക്കാരനും അറബികളും കൊണ്ടാണ് ഈ കൾച്ചർ കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ അത് അവർക്ക് ഹേറ്റഡായി മാറുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചർ അതിൻ്റെ അകത്ത് കൊണ്ട് ഇറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളുണ്ടോ, ഓണാഘോഷങ്ങൾ നാട്ടിൽ ആഘോഷിച്ചോ അല്ലെങ്കിൽ ഒരു ഹാളിൻ്റെ അകത്ത് ആഘോഷിച്ചോ കുഴപ്പമില്ല, പുറത്തേക്ക് ഇറക്കരുത്. പുറത്തേക്ക് അതുപോലെ തന്നെ ഉറക്കെ സംസാരിക്കുക. ചില കമ്മ്യൂണിറ്റികളിലൊക്കെ 5-6 മെമ്പേഴ്സൊക്കെ വീട്ടിൽ വന്നിട്ട് അവിടെ കൊണ്ട് ഭയങ്കരമായിട്ട് പാട്ട് വയ്ക്കുക, അവിടെ ഉറക്കെ സംസാരിക്കുക. അവരെല്ലാം ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. അപ്പോൾ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ന്യൂസൻസ് ആയിട്ടാണ് കൂട്ടുന്നത്. യഥാർത്ഥ ഇന്ത്യക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കാർ മലയാളീസാണ് അയർലൻഡിലുള്ള മലയാളീസാണ് 95%. എനിക്ക് തോന്നുന്നത് കൂടുതൽ മലയാളീസാണ്, അവിടെ കുറച്ച് പേരേ ഉള്ളൂ അല്ലാത്തവരുള്ളൂ. പക്ഷേ അത് ന്യൂസൻസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്, അത് ഒക്കത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഐറിഷ് പാസ്പോർട്ട് കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഐറിഷ് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് യാതൊരു പ്രൊട്ടക്ഷനും കിട്ടത്തില്ല. നിങ്ങൾക്ക് അവിടെ ഗാഡിയുടെ അടുത്ത് പോകും, ഗാഡിയുടെ ലോ ഞാൻ പറഞ്ഞു, അവർ മൈൻഡ് ചെയ്യത്തില്ല. അതായത് നമ്മൾ ഗാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണാമഡ് പോലീസ്, അവർ തന്നെ യൂസ്ലെസ് ആണ്. കാരണം അവന്മാർക്ക് തന്നെ യാതൊരു കഴിവില്ലാത്ത വെറും കിഴങ്ങന്മാരായിട്ടുള്ള പോലീസാണ് ഈ ഗാഡി എന്ന് പറഞ്ഞ് ചുമ്മാ മസ്ലിം പിരിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും മുടക്കും ഒരു വാക്കി ടോക്കി വെച്ചുകൊണ്ട് നടക്കുന്ന വെറും യൂസ്ലെസ്.
അപ്പോൾ അങ്ങനെയുള്ള ഈ യൂസ്ലെസ് ഞാൻ ഒരു 2 പ്രാവശ്യം യൂസ്ലെസ്സിനടുത്ത് എനിക്ക് എൻ്റെ ഹോമിൽ ഒരു മോഷണം ഉണ്ടായ സമയത്ത് ഇവരെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ പെർഫോമൻസ് കണ്ടു. പിന്നെ ഒരു റെസിഡൻറ്റ് വയലൻ്റ് ആയിട്ട് ഇവന്മാരെ വിളിച്ചപ്പോൾ ഇവന്മാരുടെ പെർഫോമൻസ് വെറും വേസ്റ്റ്, അവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഈ കാറ്റഗറിയുള്ള ഗാഡി നിങ്ങളെ ഒരു തരത്തിലും പ്രൊട്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഇന്ത്യക്കാർ പ്രൊട്ടക്ഷൻ വേണം. ഒരാളെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇന്ത്യയുടെ യാതൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, നിങ്ങൾ അവിടുത്തുകാരനാണ്. കാരണം പക്ഷേ അവർ നിങ്ങൾ എടുക്കത്തുമില്ല. കാരണം നമ്മൾ പറയുന്നത് ഞാൻ ഐറിഷുകാരൻ, ചുവന്ന പാസ്പോർട്ടാണ്. ചുവന്ന പാസ്പോർട്ടിന് വെള്ളക്കാരൻ നിങ്ങളെ അംഗീകരിക്കത്തില്ല. ചുവന്ന പാസ്പോർട്ട് ആകെ ഷൈൻ ചെയ്യാവുന്ന കൊച്ചി എയർപോർട്ടിൽ ചുവന്ന പാസ്പോർട്ട് കാണിച്ച് ഷൈൻ ചെയ്യാം, അല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ല. അപ്പം ഒരാളെങ്കിലും നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ സപ്പോർട്ട് കിട്ടും. കാരണം നിങ്ങൾക്കൊന്നും നിങ്ങളുടെ കുട്ടികൾക്കൊന്നും യാതൊരു പ്രൊട്ടക്ഷൻ അൾട്ടിമേറ്റ്ലി ഇത് കളറിൻ്റെ പ്രശ്നമാണ് ഇവർക്ക്. ഒന്നാമത് തന്നെ ഐറിഷ് പോപ്പുലേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൾട്ടി കൾച്ചറൽ സൊസൈറ്റി അല്ല. ആകെ ഐറിഷ്, നോൺ ഐറിഷ്, അതായത് സിക്കുമാൻ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്, യൂറോപ്പിലെ സിക്കുമാൻ ദരിദ്രവാസിയായിട്ടാണ് 1990 വരെ അറിഞ്ഞത്. 90 ഇവർ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ഇവർ അമേരിക്കയുടെ ഔട്ട്സോഴ്സിങ് തുടങ്ങി കൂടി ഇവർ കാശുകാരായത്. അതിന് മുമ്പ് ഇവരുടെ 5 പൈസ ഇല്ലാത്തത് സിക്കുമാൻ ഓഫ് യൂറോപ്പ് എന്ന യൂറോപ്പിൻ്റെ ദരിദ്രവാസി എന്ന് അവർ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഈ ഐറിഷ് എന്ന് പറഞ്ഞ കാറ്റഗറി തന്നെ. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ വിദേശമെല്ലാം കൂടെ വലിഞ്ഞു കയറി വന്നപ്പോൾ അവർ ആകെ അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയി. അവരുടെ കൾച്ചറൽ ഇൻവേഷൻ അതിൻ്റെ ഒരു എക്സ്ട്രീമാണ് ഇപ്പോൾ കന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് പിന്നെ അടുത്തത് സൊസൈറ്റൽ വ്യൂ. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന സൊസൈറ്റൽ വ്യൂ. സൊസൈറ്റൽ വ്യൂവിനകത്ത് നമ്മൾ പബ്ലിക്കിൻ്റെ അടുത്ത് ആങ്കർ കുറയ്ക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കുക, നമ്മുടെ കൾച്ചറുമായിട്ട് പ്രസൻറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റും. ഇനി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു കുട്ടിയുടെ ഒരു കാര്യം വന്നു. ഈ കുട്ടിക്കെതിരെ വന്നത് റേഷ്യൽ അറ്റാക്ക് ആണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ചുമ്മാ ഒരു വഴക്കായിരിക്കും. കാരണം എൻ്റെ കുട്ടിക്കെതിരെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന പോലെ അവർ ചിലപ്പം IF ഇന്ത്യൻ എന്ന് പറഞ്ഞു കാണാം. പേരൻസ് വീട്ടിൽ പറയുന്നതായിട്ട് കാരണം പല പിള്ളേരുടെയും പേരൻസൊക്കെ വെറും കച്ചറാസാണ്. അപ്പോൾ അവർ വല്ലതും പറഞ്ഞായിരിക്കും. പക്ഷേ അവരിത് ഭയങ്കര സംഭവമായിട്ട് നമ്മളത് പൊക്കിക്കൊണ്ടുവന്നിരിക്കും. അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു 60% ഐറിഷുകാർ ഇന്ത്യക്കാരുടെ സിമ്പതിയുള്ള, വിദേശികളുടെ സിമ്പതിയുള്ളതുണ്ട്. അങ്ങനെ സിമ്പതിയുള്ള ആൾക്കാരുടെ സിമ്പതി പോയി കിട്ടും. അത് ഒരു കുത്തിപ്പൊക്കി അവരോടൊന്ന് ഞാൻ കണ്ടു മറ്റേ മോർണിംഗ് AM-ൻ്റെ അകത്തൊക്കെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഇംഗ്ലീഷ് കേട്ടാൽ അറിയാം അവർ ഐറിഷ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. കാരണം അവർ വെറും മലയാളം ഇംഗ്ലീഷാണ് പറയുന്നത്. കാരണം അവർക്ക് യാതൊരുവിധ ഐറിഷ് സിറ്റിസൺഷിപ്പ് ഇട്ടിട്ട് യാതൊരുവിധ ഐറിഷ് കൾച്ചർ അവർക്ക് ഇല്ല. അത് വായിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ വെള്ളക്കാരെടുത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇവളുടെ ഐറിഷ് അല്ലെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ ഇന്ത്യക്കാരനാണോ? ഇന്ത്യക്കാരനോ അല്ല. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. അത് അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം സംഭവിച്ചു. ഇപ്പോൾ ചിലപ്പോൾ അത് റേഷ്യൽ അറ്റാക്കി, അത് ചിലപ്പോൾ പിള്ളേരുടെ തല്ലിയതായിരിക്കും, വഴക്കുണ്ടാക്കിയായിരിക്കും. പക്ഷേ അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കുറേ വെള്ളക്കാരുണ്ട്. ഒരു 10-60% വെള്ളക്കാർ. ഇതിന് ഒരു 10% ആക്റ്റീവ് റേസിസ്റ്റുകളുള്ളൂ. ഈ 60% അല്ല 70% വെള്ളക്കാർ നല്ല മനുഷ്യരാണ്. അവർക്ക് ജമ്പുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരെ നമ്മൾ വെറുപ്പിക്കരുത്. അവരെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള സപ്പോർട്ടും പോയി കിട്ടും. അപ്പോൾ അവരത് ഭയങ്കരമായിട്ട് എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പണ്ടുകാലം മുതൽ നടക്കുന്നത്. എൻ്റെ കൊച്ചിനും എനിക്കും ഒക്കെ പല പ്രാവശ്യം ഞാൻ അവിടെ തന്നെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പിള്ളേർ വഴക്കുണ്ടാക്കുന്നത്, പിള്ളേർ നമ്മളെ ചീത്ത വിളിക്കുന്നത്, എൻ്റെ കൊച്ചിൻ്റെ ജാക്കറ്റ് എടുത്ത് എറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാനതൊന്നും പറയാനൊന്നും പോയില്ല. അത് റേസ് ആണോ നമുക്ക് തന്നെ. കാരണം ഈ റേസിൻ്റെ എലമെൻറ്റ് കണ്ടോ. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ അവരുടെ ലോയ്ക്കകത്ത സംഭവമുണ്ട്. ഇത് റേഷ്യലായിട്ട് നമ്മൾ പറയുക റേഷ്യൽ എന്ത് റേഷ്യൽ നിയമപരമായിട്ട് ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഐറിഷ് ലോ പ്രകാരം അത് റേസിസ്റ്റ് എന്ന് പറഞ്ഞ കമ്പോണൻ്റ് അത് വരുന്നില്ല. ആ കമ്പോണൻറ്റ് വരാത്തത് കാരണം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മോട്ടീവ് റേസിസ്റ്റ് ആണ്. ഈ കൊച്ചു കുഞ്ഞ് എങ്ങനെയാണ് റേസിസ്റ്റ് ആകുന്നത്? ഫക്കിംഗ് ഇന്ത്യൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ F വേർഡ്സ് പറഞ്ഞു, അത് ഗോയവേ എന്ന് പറഞ്ഞു, ഗോ ടു യുവർ ഹോം എന്ന് പറഞ്ഞു. അതായത് യഥാർത്ഥ ഇത് മോട്ടീവ് ഇതാണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? അവരുടെ തലക്കകത്തിരിക്കുന്ന റേസിസ്റ്റ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഈ 5-10 വയസ്സുള്ള പിള്ളേർക്കകത്ത് റേസിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത്തരം കാര്യങ്ങൾ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിള്ളേർ തമ്മിലുള്ള വഴക്കായിരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് അത് ഒന്ന് ജസ്റ്റ് റേസ് ചെയ്യുക. കാരണം അതിനകത്ത് ഒന്നും കമ്പോണൻ്റ് ഇല്ല. ഇന്ത്യക്കാർക്ക് ഒരു റോളും ഇല്ല. കുറേ ഇന്ത്യൻ മീഡിയ അത് ആഘോഷിക്കുന്നുണ്ട് അതിനെപ്പറ്റി. പക്ഷേ അതിനകത്ത് യാതൊരു റോളും ഇല്ല. കാരണം അത് ആഘോഷിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സപ്പോർട്ടിൽ പോയി കിട്ടും. അവസാനം വേറെ ഏലിയനായിട്ട് മാറേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അതിനെയൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. അവരുമായിട്ട് മാക്സിമം ഇൻറ്റിഗ്രേറ്റ്. കാരണം 60-70% ആൾക്കാരുമായിട്ട് മാക്സിമം ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു സപ്ലിമെൻ്ററി ആയിട്ട് ഞാനിത് എന്താണ് ഈ മോട്ടീവ്, അതായത് ഈ ഐറിഷുകാരുടെ മോട്ടീവ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതില്ല. ഇതിൻ്റെ പലതും എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ഞാൻ ഇപ്പോൾ തിയോളജി പഠിച്ചിട്ട് ഞാൻ പറയുകയല്ല. അതായത്
അതുപോലെ തന്നെ അവരുടെ, അതായത് വെള്ളക്കാരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ്, വെള്ളക്കാരായിട്ടുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, എൻ്റെ കൊളീഗ്സ്, എൻ്റെ നെയ്ബേഴ്സ്, അവരുടെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്കാണിത്. അല്ലാതെ ഞാനിത് തിയറി പറഞ്ഞിട്ട് അവിടെ പോയി നമ്മുടെ AI വന്നുകൊണ്ട് ജോലി പറഞ്ഞു അതുകൊണ്ട് പിള്ളേർക്കൊന്നും അധികമൊന്നും ഒരു സംഭവമില്ല, അതുകൊണ്ടൊന്നും അല്ല ഈ സംഭവം വരുന്നത്. അതുപോലെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ സാലറി കട്ടുണ്ടായോ എന്നുള്ളതൊന്നും അല്ല. ഇതാണ് അവരുടെ മോട്ടീവ്. അതായത് ഇതൊരു ഒരു വൈറ്റ് പോപ്പുലേഷൻ്റെ ഒരു റേസ് എലമെൻ്റ്. പക്ഷേ അതിനകത്ത് ലീഗലി പ്രൂവ് ചെയ്യാൻ പറ്റത്തുമില്ല. കാരണം ഈ റേസിസ്റ്റ് മോട്ടീവ് കൊണ്ട് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ലീഗലി അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുക. ഇന്ത്യക്കാർക്ക് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി മലയാളീസിന്. ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ചർച്ച് വഴി സുഖമായിട്ട് സൊസൈറ്റിയായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. കാരണം ചർച്ചിന് ഭയങ്കര ഇൻഫ്ലുവൻസാണ്. ഞാനുള്ള സമയത്തും അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പാരീഷിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇൻഫ്ലുവൻസാണ്. ആ പാരീഷിൽ നമുക്ക് എന്ത് സാധിച്ചെടുക്കാം. അപ്പോൾ അവർ വഴി ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ നമ്മുടെ ഈ സംഭവം പറഞ്ഞ് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചറും പറഞ്ഞാൽ അങ്ങോട്ട് നമ്മുടെ പൊസഷനും നമ്മുടെ പൊസിഷനോ റോഡ് ബ്ലോക്കിങ്ങും അതുപോലെ ചെണ്ടമേളോ സാധനമൊക്കെ ആയിട്ട് പിന്നെ ഇവിടുത്തെ വേഷം കെട്ടും കാണുമ്പോൾ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞ പോലെ there's an awful lot of Indians are coming over here. അവരെ കൊണ്ട് പിന്നെയും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറയിപ്പിക്കാതിരിക്കുക ഏറ്റവും ബെസ്റ്റ്. അതാണ് നിങ്ങൾക്കവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഐഡിയ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ.